മൂന്നുണി വാർത്തയിലേക്ക് വിശദമായി. അയോഗ്യനാക്കിയ ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കടന്നാക്രമിച്ച് രാഹുൽ ഗാന്ധി. അദാനിയും മോദിയും തമ്മിലുള്ള ബന്ധമെന്തെന്നും അദാനിയുടെ കമ്പനിയിൽ നിക്ഷേപം ആരുടേതെന്നും ഉൾപ്പെടെയുള്ള ചോദ്യങ്ങൾ രാഹുൽ ആവർത്തിച്ചു. അദാനിയുമായുള്ള ബന്ധം പാർലമെന്റിൽ വീണ്ടും ഉന്നയിക്കുമെന്ന ഭയമാണ് തന്നെ അയോഗ്യനാക്കാൻ കാരണമെന്നും രാഹുൽ തുറന്നടിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായ ആരോപണങ്ങൾക്ക് മൂർച്ച കൂട്ടുകയാണ് രാഹുൽ ഗാന്ധി. AICC ആസ്ഥാനത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടുള്ള ചോദ്യങ്ങൾ ഇങ്ങനെ: അദാനിയും മോദിയും തമ്മിലുള്ള ബന്ധമെന്ത്? അദാനിയുടെ കമ്പനിയിൽ കോടികളുടെ നിക്ഷേപമാർക്ക്? കമ്പനിയിലെ ചൈനീസ് നിക്ഷേപകൻ ആര്? 20,000 crore rupees or $3 billion are in shell companies owned by Mr. Adani. Mr. Adani could not have generated this money. He's an infrastructure business. Where did this money come from? Whose money is it? That was the first question. Whose shell companies are there? These companies are working in the defense field. Why does nobody know? What is the Prime Minister's relationship with Mr. Adani? ഈ ചോദ്യങ്ങളിൽ നിന്നാണ് അയോഗ്യതയ്ക്ക് BJP നടപടി തുടങ്ങിയതെന്ന് രാഹുൽ. മോദി അദാനി ബന്ധം വീണ്ടും സഭയിൽ ഉന്നയിക്കുമെന്ന ഭയമാണ് അയോഗ്യതയ്ക്ക് കാരണമെന്നും രാഹുൽ തുറന്നടിച്ചു. ജീവിതകാലം മുഴുവൻ അയോഗ്യനാക്കിയാലും പിന്നോട്ടില്ല. BJP ministers lied about me in parliament. They made the statement to distract from the Adani issue. The whole game, disqualification and all these statements are to distract from the central question, whose money is it? They said that I've asked foreign forces to help India. Most ridiculous statement. I have never made such a statement. In fact, I said this is India's problem. India has to resolve this problem, right? A minister lies on the floor of the house. എന്നാൽ കേസിന്റെ നിയമപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ പ്രതികരിക്കാൻ രാഹുൽ തയ്യാറായില്ല. വയനാടിനെക്കുറിച്ചും രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനത്തിൽ പരാമർശിച്ചു. സത്യം ബോധിപ്പിച്ച് വയനാട്ടിലെ ജനങ്ങൾക്ക് കത്തെഴുതും. വയനാട് ജനത തന്റെ കുടുംബമെന്നും രാഹുൽ. वयनाड के लोगों के साथ मेरा पारिवारिक रिश्ता है, फैमिली प्यार का रिश्ता है. वयनाड के लोगों के लिए अपनी एक चिट्ठी लिखूं उनके लिए कि मेरे दिल में उनके लिए क्या है. സൂറത്ത് CJM കോടതി വിധിക്കെതിരെ തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ അപ്പീൽ നൽകാനാണ് കോൺഗ്രസ് തീരുമാനം. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. രാഹുൽ ഗാന്ധി രക്തസാക്ഷി പരിവേഷത്തിന് ശ്രമിക്കുകയാണെന്ന് BJP തിരിച്ചടിച്ചു. രാഹുൽ ഒരു സമുദായത്തെ അവഹേളിക്കുകയാണ് ഉണ്ടായത്. കോടതി ആവശ്യപ്പെട്ടിട്ടും മാപ്പ് പറയാൻ തയ്യാറായില്ല. കർണാടക തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കുകയാണ് രാഹുലിന്റെ ലക്ഷ്യം. രാഹുലിനെതിരെ രാജ്യവ്യാപക പ്രതിഷേധം നടത്തുമെന്നും രവിശങ്കർ പ്രസാദ് പറഞ്ഞു. तो राहुल गांधी ने 2019 में जो बोला था वो सोच समझकर बोले थे. और उन्होंने क्या कहा था? ये सारे मोदी चोर क्यों होते हैं? मोदी बिहार, पूर्वी भारत, पश्चिम भारत में पिछड़े और अति पिछड़े समाज से आते हैं. तो श्रीमान राहुल गांधी ने पिछड़े समाज का अपमान किया था पब्लिक मीटिंग में. और देश भर में हम राहुल गांधी के खिलाफ पिछड़ों के अपमान के लिए जबरदस्त आंदोलन करेंगे भाजपा की ओर से, ये हम कहना चाहते हैं. ये सब कुछ एक सोची समझी रणनीति है कि राहुल गांधी को एक बलिदानी बताओ और कर्नाटका में इसका लाभ लो. രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കിയ നടപടിയെ അപലപിച്ച് സംസ്ഥാനത്ത് പ്രതിഷേധം തുടരുകയാണ്. വയനാട്ടിൽ കോൺഗ്രസ് പ്രവർത്തകർ നരേന്ദ്രമോദിയുടെ കോലം കത്തിച്ചു. അതിനിടെ ഇന്നലെ തിരുവനന്തപുരത്തും കോഴിക്കോടും നടന്ന പ്രതിഷേധങ്ങളിൽ പോലീസ് കേസെടുക്കുകയും ചെയ്തു. പോലീസ് നടപടിയെ വിമർശിച്ച് കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തി. കോൺഗ്രസ് വയനാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൽപ്പറ്റ BSNL ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് പോലീസ് തടഞ്ഞു. പ്രവർത്തകർ പ്രധാനമന്ത്രിയുടെ കോലം കത്തിച്ചു. പത്തനംതിട്ടയിൽ ഹെഡ് പോസ്റ്റ് ഓഫീസിനുള്ളിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തള്ളിക്കയറി. യൂത്ത് കോൺഗ്രസ് പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് MG കണ്ണൻ ഉൾപ്പെടെ 10ഓളം പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. പ്രതിഷേധ
പ്രതിഷേധങ്ങൾക്കെതിരെ ശക്തമായ നടപടിയുമായി നീങ്ങുകയാണ് പോലീസ്. ഇന്നലെ യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരുടെ രാജ്ഭവൻ മാർച്ചിനിടെ പോലീസുമായുണ്ടായ സംഘർഷത്തിൽ കണ്ടാലറിയാവുന്ന 40ഓളം പേർക്കെതിരെ മ്യൂസിയം പോലീസ് കേസെടുത്തു. പോലീസുകാർക്ക് പരിക്കേറ്റത് ചൂണ്ടിക്കാട്ടി ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് കേസ്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇന്നലെ രാത്രി നടത്തിയ മാർച്ചിൽ DCC പ്രസിഡന്റ് ഉൾപ്പെടെ കണ്ടാലറിയാവുന്ന 300 പേർക്കെതിരെയും കേസെടുത്തു. RPF SIയുടെ പരാതിയിലാണ് കേസ്. പോലീസ് കേസെടുത്തതിനെതിരെ കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തി. സംസ്ഥാന സർക്കാരിന് ഇരട്ട നിലപാടെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കേരളത്തിലെ മുഖ്യമന്ത്രിയും CPM ഒരു വശത്ത് രാഹുൽ ഗാന്ധിക്ക് പിന്തുണ നൽകി പ്രസ്താവനകൾ പുറപ്പെടുവിക്കുമ്പോൾ മറുവശത്ത് സമരം നടത്തിയ പ്രതിഷേധം പ്രകടിപ്പിച്ച യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരെ ക്രൂരമായി വേട്ടയാടുന്ന സംഭവമാണ് നടക്കുന്നത്. സമരം അതിശക്തമായി തുടരുമെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ഷാഫി പറമ്പിൽ അറിയിച്ചു. സമര പരമ്പരകൾക്ക് ഞങ്ങൾ തീരുമാനമെടുത്തിരിക്കുകയാണ്, ഞങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള കാര്യം കൂടെ ബഹുമാന്യരായ മാധ്യമ പ്രവർത്തകരിലൂടെ നാട്ടിലെ ജനങ്ങളെ ഞങ്ങൾ അറിയിക്കുകയാണ്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. വയനാട്ടിൽ കോഴിക്കോട് ബാംഗ്ലൂർ ദേശീയപാത ഉപരോധിച്ച 60 കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ കേസ്. രാഹുൽ ഗാന്ധിക്കെതിരായ നടപടിയിൽ പ്രതിഷേധിച്ച് കൽപ്പറ്റ നഗരത്തിൽ റോഡ് ഉപരോധിച്ചതിനാണ് അറസ്റ്റ്. T സിദ്ദിഖ് MLA ഉൾപ്പെടെയുള്ളവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ദേശീയപാതയിൽ ഗതാഗതം പുനഃസ്ഥാപിച്ചു. രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കിയ സംഭവത്തിൽ CPM തെരുവിൽ പ്രതിഷേധിക്കുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഏത് വിധേനയും പ്രതിപക്ഷ പാർട്ടി നേതാക്കളെ പാർലമെന്റിൽ നിന്നും ഒഴിവാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പുണ്ടായാൽ നേരിടാൻ തയ്യാറാണ്. കേരളത്തിലെ കോൺഗ്രസിന്റേത് മൃദു ഹിന്ദുത്വ നിലപാടാണെന്നും MV ഗോവിന്ദൻ വിമർശിച്ചു. രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കിയ നടപടി ജനവിരുദ്ധമാണെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനും പ്രതികരിച്ചു. കോടതി വിധി അന്തിമമായ വിധിയല്ല. കോടതിയുടെ മേലെയും ഒരുപാട് സംവിധാനങ്ങൾ നിലനിൽക്കുമ്പോഴും പ്രാഥമികമായി ഉണ്ടായൊരു വിധിയെ അടിസ്ഥാനപ്പെടുത്തി പാർലമെൻറ്റ് മെമ്പറെ തന്നെ ആ സ്ഥാനം ഒഴിവാക്കുക എന്നുള്ളത് ജനാധിപത്യ സംവിധാനത്തിന് യോജിച്ച നിലപാടല്ല. എങ്ങനെയും ഏത് വിധേനയും പ്രതിപക്ഷ പാർട്ടി നേതൃത്വത്തെ പാർലമെൻറ്റിൽ നിന്ന് ഒഴിവാക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളാകെ വ്യത്യസ്ത തരത്തിലുള്ള പ്രതിരോധം ചമക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നുണ്ട്, കോടതിയുമായി ബന്ധപ്പെടുന്നുണ്ട്. കേരളത്തിൽ ഏത് സന്ദർഭത്തിലും ഏത് തെരഞ്ഞെടുപ്പും നേരിടാൻ തയ്യാറാണ്. ഇന്ത്യയിലെ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളെല്ലാം യോജിച്ച ഒരു നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. തികച്ചും ജനാധിപത്യ വിരുദ്ധമായ ഒരു നടപടിയാണ്. അതിനെതിരായി വ്യാപകമായ പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ട്. CPIയും അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകും. വയനാട്ടിൽ CPI ആണ് കേരളത്തിന്റെ ഒരു സാഹചര്യത്തിലേക്ക് വന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ വയനാട് ഒരു കേരള പ്രശ്നമല്ല, ഇതൊരു ദേശീയ പ്രശ്നമാണ്. അതുകൊണ്ട് പ്രതിപക്ഷ പാർട്ടികളുടെ ദേശീയ നേതൃത്വം സ്വീകരിക്കുന്ന എന്ത് നിലപാടും കേരളത്തിന് ബാധകമാണ്. രാഷ്ട്രീയമായ പദവുമൊക്കെ വളരെ ക്ലിയറായിട്ട് പുറത്തു വരുമ്പോൾ ഈ ഒപ്പോസിഷൻ ലീഡേഴ്സൊക്കെ വേട്ടയാടപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതിനപ്പുറത്തേക്കൊരു ഐക്യം ഉണ്ടാകേണ്ടതല്ലേ? അല്ല, ഇതിപ്പോൾ ഒരു സർക്കാരിൻ്റെ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള മുഖം അനാവരണം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അതിനെതിരെ എല്ലാവരും ഫാസിസത്തിനെതിരെ യോജിക്കേണ്ട സമയമാണ്. CPM ഒരു പ്രത്യക്ഷ സമരത്തിന് റോഡിൽ തെരുവിലിറങ്ങുമെന്ന് MV ഗോവിന്ദൻ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. CPM സമാനമായിട്ടൊരു കേന്ദ്ര സർക്കാരിനെതിരെ ഈ നിലപാടിനെതിരെ ഒരു പ്രതിഷേധത്തിന് പോകുന്നുണ്ട് തെരുവിൽ. ഇല്ല, ഞങ്ങൾ തീരുമാനിക്കുന്നത് LDFോ CPIയോ എടുക്കുന്ന തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അത് ഞങ്ങൾ കൂടി ആലോചിക്കും. രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കിയ വിഷയത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലിൽ ബഹളം. രാഹുലിനെ അയോഗ്യനാക്കിയ നടപടിയെ UDF LDF കൗൺസിലർമാർ അപലപിച്ചു. എന്നാൽ ബജറ്റ് സമ്മേളനത്തിൽ മറ്റു വിഷയങ്ങളിൽ പ്രതിഷേധിക്കുന്നത് ചട്ടവിരുദ്ധമാണെന്ന് ആരോപിച്ച് BJP രംഗത്തെത്തി. UDF LDF കൗൺസിലർമാരുടെ പ്രസംഗം രേഖകളിൽ നിന്നും നീക്കം ചെയ്യണമെന്നും BJP ആവശ്യപ്പെട്ടു. വീണ്ടും വാർത്തകളിലേക്ക്. കർണാടകത്തിൽ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു കോൺഗ്രസ്. 124 മണ്ഡലങ്ങളെ സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത്. മുൻ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ വരണ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കും. PCC അധ്യക്ഷൻ DK ശിവകുമാർ കനകപുര മണ്ഡലത്തിലും മുൻ ഉപമുഖ്യമന്ത്രി G പരമേശ്വര കൊരട്ടകര മണ്ഡലത്തിലും മുൻ ആഭ്യന്തരമന്ത്രി KJ ജോർജ് സർവജ്ഞനഗർ മണ്ഡലത്തിലും ജനവിധി തേടും.
BJP വിട്ട് കോൺഗ്രസിൽ എത്തിയവരും ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിച്ചു. KS കിരൺകുമാറാണ് ചിക്കനായകഹള്ളിയിൽ സ്ഥാനാർത്ഥി. BJP MLC ആയിരുന്ന പുട്ടണ്ണ രാജാജി നഗറിൽ ജനവിധി തേടും. സിദ്ധരാമയ്യ മത്സരിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ച കോലാറിലും സിറ്റിംഗ് സീറ്റായ ബദാമിയിലും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല. കാസർഗോഡ് പെരിയയിലെ കേന്ദ്ര സർവകലാശാലയിൽ കേന്ദ്രമന്ത്രി വി മുരളീധരനെതിരെ പ്രതിഷേധം. ബിരുദദാന ചടങ്ങിലെ പ്രസംഗത്തിനിടെ കേരളത്തിലെ വിദ്യാഭ്യാസ സമ്പ്രദായം കാലാഹരണപ്പെട്ടതാണെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ പ്രസംഗിച്ചപ്പോഴാണ് വിദ്യാർത്ഥികൾ കൂകിയത്. Inadequate research conditions in higher education institutions and infrastructural problems in higher education. The figures really moved me and made me think how our education system in Kerala has been degraded by the state government's policies of the last many years. I am not against students going abroad for jobs, but enough opportunities should be created in the state so as to retain the talent, and choice should be given to youth. There is a huge gap here. Here comes the important role of central universities. ഉന്നത വിദ്യാഭ്യാസ രംഗത്തും പ്രൊഫഷണൽ വിദ്യാഭ്യാസ മേഖലയിലും സിലബസ് പ്രശ്നം നിലനിൽക്കുന്നുണ്ടെന്നും ഇതുകാരണം വിദ്യാർത്ഥികൾ പഠനത്തിനായി കേരളം വിടുകയാണെന്നും മുരളീധരൻ പറഞ്ഞു. ന്യൂസ് 18 വാർത്തയിൽ ഇടപെട്ട വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ലഹരിക്കെതിരെ സർക്കാർ ക്യാമ്പയിൻ ശക്തമാക്കുമെന്ന് മന്ത്രി പറഞ്ഞു. വാർത്ത ഗൗരവത്തോടുകൂടി എടുക്കുകയും നടപടി സ്വീകരിക്കുകയും ചെയ്യുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. കുട്ടികൾ ബോധപൂർവം പെടുന്നതല്ല, ഒരു കുരുക്കിൽപ്പെടുത്തുകയാണ്. കുരുക്കിൽപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അവർ അതിൽ നിന്ന് മാറാൻ പ്രയാസപ്പെടുകയാണ്. എല്ലാ തുറകളിലും നമ്മൾ പണ്ട് പല രോഗങ്ങൾക്കെതിരായിട്ടുള്ള വലിയ ക്യാമ്പയിൻ നടത്തി അതിൽ നിന്ന് കേരളം മോചിപ്പിക്കപ്പെട്ടതുപോലെ എവിടെ നോക്കിയാലും ലഹരിക്കെതിരായിട്ടുള്ളൊരു മുദ്രാവാക്യവും ലഹരിക്കെതിരായിട്ടുള്ള ശബ്ദം കാണേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ശബ്ദം അങ്ങനെ ഉണ്ടായാൽ നമുക്ക് ഈ കൂട്ടരെ തിരിച്ചറിയുന്നതിന് വേണ്ടി കഴിയും. അപ്പോൾ മാധ്യമങ്ങളെല്ലാം കൊണ്ടുവരുന്ന ഇത്തരം കാര്യങ്ങൾ നമ്മൾ കേവലം ചെറിയ 1-2 കേസാണെങ്കിലും നമ്മൾ പ്രചണ്ഡമായ പ്രചരണം കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ അവധിക്കാലത്ത് രക്ഷകർത്താക്കൾക്ക് ഇതിനെ സംബന്ധിച്ചിടത്തോളം ഒരു ബോധവൽക്കരണ ക്ലാസ് നടത്തുന്ന സംബന്ധിച്ചത് ആലോചിക്കുക. തീർച്ചയായിട്ടും മാധ്യമങ്ങൾ വരുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഗൗരവത്തോടെ എടുക്കും. ന്യൂസ് 18 വന്ന വാർത്ത എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അത് എന്താണെന്ന് സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പുറകെ ആലോചന നടത്തുന്നുണ്ട്. മിഷൻ അരിക്കൊമ്പൻ സ്റ്റേ ചെയ്തുവെങ്കിലും മുന്നൊരുക്കങ്ങൾ തുടരാനാണ് വനംവകുപ്പിന്റെ തീരുമാനം. ദൌത്യത്തിനായി ഡോക്ടർ അരുൺ സക്കറിയയുടെ നേതൃത്വത്തിലുള്ള സംഘം ചിന്നക്കനാലിലെത്തി. കോന്നി സുരേന്ദ്രനും കുഞ്ചുവും എത്തിയതോടെ 4 കുങ്കി ആനകളും സജ്ജമായി. ഓപ്പറേഷൻ അരിക്കൊമ്പൻ സ്റ്റേ ചെയ്തതിനെതിരെ പ്രതിഷേധം തുടരുകയാണ്. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലെ തീപിടുത്തം ഇന്നും കൊച്ചി കോർപ്പറേഷൻ കൗൺസിലിനെ പ്രക്ഷുബ്ധമാക്കി. കൗൺസിൽ യോഗം പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് അവസാനിപ്പിക്കുകയും മേയർ ചേംബർ വിട്ടുപോവുകയും ചെയ്തു. ബ്രഹ്മപുരത്ത് ബയോമൈനിംഗ് നടത്തി വേർതിരിച്ച മാലിന്യം സൂക്ഷിച്ചത് KSIDC തീരുമാനപ്രകാരമാണെന്ന് കൊച്ചി മേയർ M. അനിൽകുമാർ പറഞ്ഞു. 3 മണി വാർത്തയുടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം. परिवर्तन लोग अपने सामने देख रहे हैं, अपने जीवन में देख रहे हैं. उससे हर भारतीय में ये विश्वास आया है कि 21वीं सदी का भारत अपनी कमजोरियों को छोड़कर, अपने बंधनों को तोड़कर भारत आगे बढ़ सकता है. Poonawalla FinCorp presents News 18 Rising India Real Heroes. 29th and 30th March on News 18 Network. Presented by Poonawalla FinCorp Limited, enabling dreams.